നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ, ഇതെങ്ങോട്ടാ ഈ ചാടിക്കുതിച്ച് കയറി പോകുന്നേ? ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെയുണ്ട്. ചേച്ചിയെ കെട്ടിച്ച ബന്ധത്തില് ആ മര്യാദകളൊക്കെ മറന്നോ? ഇങ്ങനെ എന്നും എന്നും ചേച്ചിയെ കണ്ട് വിശേഷം പറയാനും മാത്രം എന്ത് വിശേഷ വൃന്ദാവന വീട്ടിൽ നടക്കുന്നേ? അതിന് ഞാൻ ചേച്ചിയെ കാണാൻ വന്നതെന്ന് എന്നോട് ആരാ പറഞ്ഞേ? ഞാൻ വന്നതേ സന്ദീപിനെ കാണാനാ. സന്ദീപിനെ കാണാനോ? എന്തിന്? അത് ഞാൻ സന്ദീപിനോട് പറഞ്ഞോളാം. ഇങ്ങോട്ട് വാടി, നീ എവിടെ പോകുന്നേ? അങ്ങനെ നീ ഇപ്പൊ സന്ദീപിനെ കാണുന്നില്ലെങ്കിലോ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാടി സന്ദീപിനെ കാണാനാ വന്നെന്ന് നീ എന്റെ മുഖത്ത് നോക്കി പറയുന്നേ? അനക്ക, നീ മുന്നിന്ന് മാറ്. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നീ എന്നെ തല്ലുവോ? എങ്കിൽ തല്ല്, തല്ലടി. തന്തയ്ക്ക് പിറന്നവളാണെങ്കിൽ തല്ലടി. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഞാൻ തന്തയ്ക്ക് പറഞ്ഞവളാണെന്ന്? ദേ, ഞാൻ വന്നതേ സന്ദീപിനെ കാണാനാ. കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്നെ തടയാനോ മറ്റോ വന്ന ആ, നിങ്ങൾ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ഫ്രീ ആണെങ്കിൽ വരാം. ഏയ്, വേറെ പ്രശ്നം കട്ട് ചെയ്യൂ. അനക്ക് നീ എന്തേ കാണിക്കുന്നേ? ഞാൻ കാണിക്കുന്ന മാത്രമേ ചേച്ചി കാണുന്നുള്ളൂ, വേറൊന്നും അറിയണ്ടല്ലോ. ഇപ്പൊ അതിന് മാത്രം എന്തുണ്ടായെന്നാ നീ പറയുന്നേ? ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഞാൻ തന്തയ്ക്ക് പറഞ്ഞവളാണെന്ന്? ദേ, ഇപ്പൊ മനസ്സിലായോ എന്താ സംഭവിച്ചെന്ന്? അതിനിപ്പം ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നേ? ചോദിക്കണം. എന്നെ കൈ നീട്ടി അടിക്കാൻ മാത്രം അവൾ ആരാന്ന്. എന്നിട്ട് ഇങ്ങോട്ട് കിട്ടിയ പോലെ ഒരടി അങ്ങോട്ടും കൊടുക്കണം. അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. ചേച്ചി വന്നേ, വരാൻ. തോന്നിയ ദിവസം കാണിക്കരുത്. തോന്നിയവാസോ? എന്ത് തോന്നിയവാസം? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ സന്ദീപിന് എന്നോട് ദേഷ്യം? സന്ദീപിനോട് ഞാൻ പറഞ്ഞല്ലേ കാണണ്ടാന്ന്. അപ്പൊ ഇയാൾക്കല്ലായിരുന്നു അത്യാവശ്യം. അവസാനം ഞാനാണെന്ന് മനസ്സിലായപ്പോ ഇയാൾക്കെന്താ ആവേശമൊക്കെ തണുത്തു പോയോ? മിസ് കോളുകളും വിളികളും സന്ദീപിന്റെ നമ്പറിൽ നിന്നായിരുന്നു എന്ന് ആദ്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നെ തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകി. ഇയാളുടെ ശബ്ദം ഒന്ന് കേൾക്കാതെ ഉറങ്ങാൻ കഴിയില്ലെന്നായി.
ഇനി ജീവിക്കാനും കഴിയില്ല അമ്മായി. സന്ദീപിന് എന്നോട് അത്യാവശ്യമായിട്ടെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞില്ല. എന്നെ കാണുമെന്ന് പറഞ്ഞ് പറയും. ഇപ്പൊ പറയും. സന്ദീപിന് എന്താ എന്നോട് പറയാനുള്ളത്? സന്ദീപ് കാണാൻ ആഗ്രഹിച്ച ആള് തന്നെ മുൻപിൽ വന്ന് നിൽക്കുന്നത് അറിയും. എന്താ എന്നോട് പറയാനുണ്ടായിരുന്നത്? എന്താ? ഒന്നും പറയാനില്ല. അതിലെ പ്ലീസ് ഇവിടെ വന്നിരുന്നെങ്കിലും ബഹളം ഉണ്ടാക്കരുത്. ആരെങ്കിലും കേട്ടാ അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. എന്നിട്ട് ചോദിക്കട്ടെ എന്നോട്. ഞാൻ പറഞ്ഞോളാം മറുപടി. എന്ത് മറുപടി? നമ്മൾ തമ്മിൽ അതിന് ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണോ? എനിക്കറിയായിരുന്നു സന്ദീപിന് എന്നെ ഇഷ്ടമാണെന്ന്. സന്ദീപ് കാണുമെന്ന് തീർത്ത് പറഞ്ഞപ്പോ മുതല് തീ തിന്നുവോ ബാക്കിയുള്ളവര്. സന്ദീപിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് തല്ലുകൊള്ളാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ തീരുമാനിച്ചു, ഇനി സന്ദീപിനൊപ്പമേ ആദ്യം ജീവിക്കുന്നുള്ളൂ. എന്താ സന്ദീപിന് എന്നെ വിശ്വാസം വരുന്നില്ലേ? അതിലെ ഞാൻ താനാണെന്ന് തിരിച്ചറിഞ്ഞോണ്ടല്ല ഇത്ര നാൾ സംസാരിച്ചതും കാണാൻ ആഗ്രഹിച്ചതും. എന്നുവെച്ചാ ഞാനാണെന്ന് അറിഞ്ഞപ്പോ സന്ദീപിനെ എന്നെ സ്വീകരിക്കാനാവില്ലെന്നാണോ? എന്നെ ഇഷ്ടമല്ലെങ്കിൽ അല്ലെന്ന് പറയും. പറയാൻ അതിന് നീ വെറുതെ ബഹളം ഉണ്ടാക്കല്ലേ. ഞാൻ ബഹളം ഉണ്ടാക്കും. ഞാൻ ചോദിച്ചതിന് സന്ദീപ് ആൻസർ താ. എന്നെ ഇഷ്ടമാണോ അല്ലയോ? അതില് അത് ഇഷ്ടമാണോ അല്ലയോ? അതിലെ don't make noise. എന്നെ ഇഷ്ടമല്ലെങ്കിൽ തിരിച്ചു തന്നെ അല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.